ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിൽ അല്ലെങ്കിൽ അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കപ്പ മുട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കൊള്ളിയാണിട്ടുള്ളത് കപ്പ. അത് നമ്മൾ നന്നായിട്ട് തൊലിക്കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുഞ്ഞ് പീസാക്കിയിട്ട് ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞത്. അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ എല്ലാതും. ഇനി അതൊന്ന് 2 മിനിറ്റ് വഴണ്ടതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സബോളയും ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക, ഒരു 5-10 മിനിറ്റ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സബോളയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 സ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, 2-3 സ്പൂണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഗരം മസാലയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഇപ്പോൾ നമ്മളോട് എടുത്തേക്കുന്നത് 3 മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുന്നു. അങ്ങനെ 3 മുട്ടയാണ് നമ്മളോട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 3 മുട്ടയും പൊളിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മുട്ട ഒരു കൊത്തിപ്പൊരി പോലെ ആക്കില്ലേ, അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കൊള്ളിയിൽ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, സബോളയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മുട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുട്ട ഇങ്ങനെ കൊത്തിപ്പൊരി പോലെ നന്നായിട്ട് ഇങ്ങനെ കൊത്തിപ്പൊരിച്ചെടുക്കണം കേട്ടോ. സബോള ഇതൊക്കെ നന്നായി അതിൽ മിക്സ് ആക്കാം. അതിന് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയില്ലേ, അത് നന്നായിട്ട് ഒന്ന് ഉടച്ച് നന്നായി പൊടിയാക്കരുത്, നമുക്ക് കഴിക്കാൻ രീതിയിലാക്കിയിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചാൽ ഈ സബോളയും മുട്ടയുടെ ഈ കൊത്തിപ്പൊരിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ ആദ്യം നമ്മൾ കൊള്ളി നന്നായിട്ട് പൊടിയാക്കാണ്ടിരിക്കുക, കാരണം ഇതിലിട്ട് മിക്സ് ആക്കുമ്പോൾ ഓൾറെഡി അത് ചേരും. അപ്പം നന്നായി പൊടിയാക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ പ്ലേറ്റിലേക്ക് വിളമ്പാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഈ കപ്പയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.